ഞങ്ങളുടെ സംഘടന സർവദേശീയ, ദേശീയ, കേരള, പ്രാദേശിക വിഷയങ്ങളിലെല്ലാം വളരെ സജീവമായി ഇടപെടുന്ന സംഘടനയാണെന്നറിയാം. ഒരു പ്രമേയം രാജ്യത്ത് സ്ത്രീകളുടെ നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുക എന്നുള്ളതാണ്. ആ പ്രമേയത്തിൽ ഞങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഒരു മണിക്കൂറിൽ 60 സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. 86 സ്ത്രീകൾ ഇന്ത്യയിൽ ഒരു ദിവസം ബലാത്സംഗത്തിനിരയാകുന്നു. അതിൽ 11 ദളിത് സ്ത്രീകളാണ്. കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വെറും 15% മാത്രമാണ്. ഞങ്ങളുടെ ഈ സമ്മേളനം വലിയ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തിൻ്റെ നാനാഭാഗത്തും സ്ത്രീകളുടെ നേരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളായിട്ടുള്ള സഹോദരിമാർ ഒരുപാട് ആക്രമണത്തിന് വിധേയമാകുന്നു. ഞാനതിൻ്റെ എല്ലാ ഭാഗവും പറയേണ്ട എന്നുള്ളതുകൊണ്ട് 17 പ്രമേയത്തിൽ ആ പ്രമേയം ഞങ്ങൾ പാസ്സാക്കുകയുണ്ടായി. അതിജീവിതകളോടൊപ്പമാണ് കേരളം. അതിജീവിതകൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. നടി ആക്രമിച്ച കേസ് മുതൽ ഞങ്ങൾ ആ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് തുടർന്ന് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ എല്ലാ സപ്പോർട്ടും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നൽകുകയുണ്ടായി. എല്ലാ അതിജീവിതമാർക്കും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, ഈ സമൂഹത്തിൽ അന്തസ്സോടെ തലയുയർത്തിപ്പിടിച്ച് നിർത്തുന്നതിന് വേണ്ടി അവർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ കൊടുക്കുന്ന പ്രമേയം ഞങ്ങൾ പാസ്സാക്കുകയുണ്ടായി. ആശാ വർക്കർമാരടക്കമുള്ള സ്കീം വർക്കർമാരെ സംബന്ധിച്ചും കൃത്യമായ നിലയിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. അതിൽ ഇന്ത്യയിലെ സ്കീം വർക്കർമാരെ സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സംഘടനയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. അംഗൻവാടി പ്രവർത്തകർ ഇന്ന് അവരെ ഏറ്റവും സുശക്തമാണ്. അവരെ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾ മുൻപന്തിയിലുണ്ട്. ആശമാരെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുണ്ട്. ആശമാർക്ക് ആദ്യമായിട്ടൊരു ഓണറേറിയം കൊടുത്തത് LDF ഗവൺമെൻറ്റാണ്. ശ്രീമതി ടീച്ചർ മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ്. ശൈല ടീച്ചർ തുടർന്ന് മന്ത്രിയായി വന്നപ്പോഴാണ് അവരുടെ വേതനത്തിൽ വർധനവ് വന്നത്. ഇന്ന് എൻ്റെ ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാരെ സഹായിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അംഗൻവാടി പാചകത്തൊഴിലാളികൾ അടക്കമുള്ള സ്കീം വർക്കർമാർക്ക് മിനിമം കൂലി ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച സംഘടനയാണ് ഞങ്ങളുടെ സംഘടന. തൊഴിലാളി നടക്കുന്ന പണിമുടക്ക് സമരത്തെ പിന്തുണയ്ക്കുന്നവരാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം തിരിച്ചറിയുന്നു ഞങ്ങൾ. അവർക്ക് എല്ലാ നിലയിലുള്ള സപ്പോർട്ടും കിട്ടേണ്ടവർ തന്നെ. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയാണ് ഞങ്ങളുടെ സമരം. കേരളത്തിലെ ഗവൺമെൻറ് പരമാവധി സഹായിക്കുന്നു. ഇനി സഹായിക്കാൻ ഗവൺമെൻറ്റിന് ആഗ്രഹവുമുണ്ട്. പക്ഷേ കേന്ദ്രം കേരളത്തോട് ക്രൂരമായ സമീപനം, സാമ്പത്തികമായി ഒരുപാട് വിഷമം കേരളത്തിന് കൊടുക്കുമ്പോഴും കേന്ദ്രത്തിനെതിരെ ശക്തമായി, മാധ്യമ സുഹൃത്തുക്കളായിട്ടുള്ള സഹോദരന്മാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥന, കേന്ദ്രത്തിനെതിരെ ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായം നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ സ്കീം വർക്കർമാരെ എല്ലാം കൊണ്ടുവന്ന് ആശാ വർക്കർമാരെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. അന്ന് പറഞ്ഞൊരു ഓണറേറിയം, അവർ ചെയ്യുന്ന ജോലിക്ക് എന്തെങ്കിലും ഒരു ഇൻസെൻറ്റീവേ പറഞ്ഞുള്ളൂ, ഓണറേറിയം ഒന്നും പറഞ്ഞില്ല. 1975 അംഗൻവാടി വന്നത്. ഇന്ത്യ ഗവൺമെൻറ് അംഗൻവാടിക്കാർക്ക് കൊടുക്കുന്നത് 4500 രൂപയുള്ളൂ ഇപ്പോഴും അവരുടെ വിഹിതം. അപ്പം അതുകൊണ്ട് ആസാമിൽ BJP ഭരിക്കുന്നത് 4000. ആസാമിൽ 4000. ആശമാർക്ക് മധ്യപ്രദേശിലൊക്കെ വളരെ നാമമാത്രമായിട്ടുള്ള സംഖ്യയാണ്. എന്നാലും ഇപ്പോൾ പുതിയ ലേബർ കോഡിനകത്തിൽ സ്കീം വർക്കർമാരെ സംബന്ധിച്ച് ഒരു പരാമർശമൊക്കെ ഉണ്ടാകണമെന്ന് പറഞ്ഞൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്കീം വർക്കർമാരായിട്ടുള്ള സഹോദരിമാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുണ്ട്. ആ പദ്ധതിയുടെ നിരന്തരമായി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തമായി ഇടപെട്ട വൃന്ദാക്കാരാട്ടോടെയും സുഭാഷ് ടിയലോടെയും ഒപ്പം ഇടപെട്ടിരുന്ന ആളാണ് സഹോദരി മറിയം താവളെ. ഞങ്ങളതിൻ്റെ നിരന്തരമായി ഇടപെട്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അത് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞത്. അതിൻ്റെ കൂലിയിൽ വർധന വേണമെന്നൊക്കെ പറഞ്ഞ് ഇടപെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങിവിടെ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള പ്രമേയം ഈ സമ്മേളനം അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യത്തിലും ഗവൺമെന്റ് ശരിയായിട്ടുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളത് ആവശ്യപ്പെടും, സർക്കാരിനോട് ഞങ്ങളത് ആവശ്യപ്പെടും. എന്ന് മാത്രമല്ല, സിസ്റ്റർക്ക് എല്ലാ സഹായവും കൊടുക്കാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉണ്ട്. അവരുടെ സാമ്പത്തികമായിട്ടുള്ള വിഷമവും പ്രയാസവും ഒക്കെ മാധ്യമങ്ങളോട് പങ്കുവെച്ചു. ഞങ്ങൾ കാണാൻ ശ്രമിച്ചിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങളെല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൊടുക്കും. ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിൽ ഉത്തരവ് ജയിലിലെ തടവുകാരായ ആവശ്യം, അതായത് നമുക്കറിയാം കുറ്റം ശിക്ഷിക്ക് കോടതി ശിക്ഷിക്കപ്പെട്ടവരാണ് ജയിലുകൾ. അവർക്ക് തന്നെ 620 രൂപയാണ് ഉയർന്ന ദിവസ വേതനം.
നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഈ തുണിക്കടകളിൽ നിന്ന് ജോലി ചെയ്ത സ്ത്രീകൾക്ക്, സ്ത്രീ ആശാപ്രവർത്തകരുടെ കാര്യങ്ങൾ, ഇങ്ങനെ ഉള്ള കഷ്ടപ്പെടുന്ന സ്ത്രീ സമൂഹം അടക്കമുള്ളവർക്ക് വളരെ തുച്ഛമായ വേതനം കിട്ടുമ്പോഴാണ് 150-200 രൂപയിൽ നിന്ന് പല ഇരട്ടിയാക്കി തടവുകാരുടെ ഇതൊരു വല്ലാത്ത അസമത്വമാണ്. തീർച്ചയായിട്ടും. അതായത് ഈ ചെറിയ പൈസയ്ക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് അസംഘടിത മേഖലയിൽ തന്നെയാണ്. ഇപ്പോൾ ഷോപ്പിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് കസേരയിൽ ഇരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇരിക്കാനുള്ള അവകാശം കൊടുത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അവർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് മിനിമം വേതനം കൊടുക്കുന്ന സ്റ്റേറ്റാണ്. അതായത് 86 മേഖലകളുടെ കൂലി പുതുക്കി നിശ്ചയിക്കുന്ന സ്റ്റേറ്റാണ് കേരളം. ഞാൻ മിനിമം വേജ് അഡ്വൈസറി ബോർഡിലെ ഒരു മെമ്പർ കൂടിയാണ്. അതുകൊണ്ട് മിനിമം വേജ് പുതുക്കി ഈ എല്ലാ മേഖലകളും പുതുക്കി നിശ്ചയിക്കും. പക്ഷേ ഒരു പ്രയാസകരമായ സാഹചര്യം, പലപ്പോഴും ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മുതലാളിമാർ കോടതിയെ സമീപിക്കുകയാണ്. അങ്ങനെ മിനിമം വേജും ഡിക്ലെയർ ചെയ്ത ഒരുപാട് മേഖലകളുടെ കേസ് കോടതിയിൽ പെൻഡിങ് ആയിട്ടുണ്ട്. ആ കേസൊക്കെ വേഗം തീർപ്പ് കൽപ്പിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ഞങ്ങൾ കൃത്യമായി ആവശ്യപ്പെടും. ഗവൺമെൻറ് അക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. എന്നാലും ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് മിനിമം കൂലി കാലാകാലങ്ങളിൽ പുതുക്കി നിശ്ചയിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുകൂടി ഞങ്ങൾ പറയട്ടെ. ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ചെറിയ പൈസയ്ക്ക് ജോലിയെടുക്കുന്ന സ്ത്രീകളുടെ കൂലിയിൽ വർധന വരുത്തണമെന്നുള്ള ഒരു നിലപാട് തന്നെ ഗവൺമെൻറ്റുള്ളത്. അതുകൊണ്ടാണല്ലോ മിനിമം വേജ് പുതുക്കാനുള്ള കമ്മിറ്റിയൊക്കെ ഗവൺമെൻറ് കാലാകാലങ്ങളിൽ വെക്കുന്നത്.